ദുർഗാഷ്ടമി നാൾ വന്നതോടെ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ദുർഗയുടെ വരവിലെ പ്രധാന ഉദ്ദേശമായിരുന്നു ജയശ്രീയുടെയും ഗ്രൂപ്പിൻ്റെയും നൃത്തം ക്ഷേത്രോത്സവ വേദിയിൽ അരങ്ങേറുമ്പോൾ മികച്ച ദൃശ്യങ്ങൾ സ്വന്തം ക്യാമറയിലേക്ക് പകർത്തുക എന്നത്. വേദിയിലെയും പിന്നീട് ക്ഷേത്രത്തിൽ മുന്നിൽ നിർത്തിയും ചില ഫോട്ടോകൾ കൂടി എടുത്തിട്ടാണ് ഗംഗയും കൂട്ടരും ക്ഷേത്ര പരിസരം വിട്ടത്. പിറ്റേന്ന് പുലർച്ചെ സൂര്യോദയത്തോടൊപ്പം ഒരാൾ കൂടി മാടമ്പള്ളിയിലെത്തിയത് എല്ലാവർക്കും അതിശയമായിരുന്നു. എന്നാൽ ഗംഗയ്ക്ക് തലേന്ന് രാത്രിയിൽ തന്നെ നകുലൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അറിയാമായിരുന്നു പുലർച്ചെ തന്നെ നകുലൻ മാടമ്പള്ളിയിൽ എത്തുമെന്ന്. നകുലൻ്റെ ബിസിനസ് ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വന്നതിനാലാണ് നകുലൻ്റെ പെട്ടെന്നുള്ള വരവിന് കാരണം. ജയശ്രീയുടെ നൃത്ത പരിപാടിക്ക് മുന്നേ എത്തുമെന്നായിരുന്നു ഗംഗ കരുതിയത്. പക്ഷേ അതിന് അയാൾക്ക് കഴിഞ്ഞില്ല. രാവിലെ മാടമ്പള്ളിയുടെ അടുക്കളയിൽ പെരുമാറുന്നതിന് ഇടയിലാണ് ശ്രീദേവി ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിലേക്കായി കരിച്ചീരക്കൂട്ട് ഉണ്ടാക്കുവാൻ തിരക്ക് കൂട്ടുന്നത് ഗംഗ കാണാൻ ഇടയാകുന്നത്. അത്രയ്ക്ക് തിരക്ക് കൂട്ടുവാൻ ആ കൂട്ടുവിഭവം അങ്ങനെ ശ്രീദേവി ചേച്ചിക്കോ മാടമ്പള്ളിയിൽ ഉള്ളവർക്കോ ഇഷ്ട വിഭവമൊന്നുമല്ല. പിന്നെ ആ കൂട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഡോക്ടർ സണ്ണി. കഴുകുവാനായി നകുലിൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിനിടയിലാണ് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റായിരുന്നു. അതിൽ മറ്റൊരാളുടെ പേര് കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർ സണ്ണി. അപ്പോൾ സണ്ണിയും നകുലിനോടൊപ്പം നാട്ടിലെത്തിയിട്ടുണ്ടെന്നത് ഗംഗയ്ക്ക് മനസ്സിലായി. പക്ഷേ അക്കാര്യം നകുലൻ തന്നോട് പറയാതിരുന്നതിൽ ഒരു കല്ലുകടി ഗംഗയ്ക്ക് തോന്നി. ആ സമയം തന്നെ ശ്രീദേവി രാവിലെ കരിച്ചീരക്കൂട്ട് ഉണ്ടാക്കുവാൻ തിരക്ക് കൂട്ടിയത് ഗംഗയ്ക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, സണ്ണി തറവാട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കാം. അതും ഇന്നു തന്നെയുണ്ടാകാം. പക്ഷേ അക്കാര്യം നകുലൻ ഗംഗയോട് മറച്ചു വെച്ചതിലും ശ്രീദേവി ചേച്ചി എങ്ങനെ അക്കാര്യം അറിഞ്ഞതിലും ഗംഗ ചിന്താധീനയായി. മാടമ്പള്ളിയിൽ ജനൽപ്പാളികൾ ഒട്ടുമിക്കതും തുറന്നിട്ടുവെങ്കിലും ഇപ്പോഴും ഇരുളിൽ മുങ്ങി നിൽക്കുന്ന ഇടങ്ങളുണ്ട്. ഗംഗയുടെ ചിന്താക്കുഴപ്പം ശ്രദ്ധിച്ച അല്ലിയും വൈകിയും ഗംഗയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഗംഗ അവരോട് മാടമ്പള്ളിയിൽ ചിലർ മാത്രം അറിഞ്ഞുകൊണ്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാൻ കണ്ടെത്തിയത് വിശദീകരിച്ചു കൊടുക്കുന്നു. അതായത് മുൻപ് സണ്ണിക്ക് ശ്രീദേവിയെ ഇഷ്ടമുണ്ടായിരുന്നതും എന്നാൽ സണ്ണി മറ്റൊരു ജാതിയിൽപ്പെട്ടതിനാൽ നകുലൻ്റെ അമ്മാവനും ശ്രീദേവിയുടെ അച്ഛനുമായ തമ്പി അത് എതിർത്തതും എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഇരുവരും ഒത്തുചേരാനായി കാത്തിരിക്കുകയാണെന്നും തമ്പി അദ്ദേഹം മരിച്ചുപോയതിനാൽ ഇപ്പോൾ തറവാട്ടിൽ ആരും ഈ ബന്ധത്തെ എതിർക്കുവാൻ സാധ്യതയില്ലാത്തതിനാൽ എല്ലാവരോടും ഒരിക്കൽ കൂടി അനുവാദം ചോദിക്കുവാൻ സണ്ണി ഇന്ന് തന്നെ എത്തുമെന്നും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് തൻ്റെ ഭർത്താവ് നകുലനുമാണെന്ന് ഗംഗ അല്ലിയോട് വിശദീകരിക്കുമ്പോൾ അല്ലി മൂക്കത്ത് വിരൽ വെച്ച് അതിശയിച്ച് നിന്നുപോകുന്നു. ഗംഗയും അല്ലിയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ അല്ലി സണ്ണി എന്ന പേര് കേട്ടതും പെട്ടെന്ന് അല്ലിയുടെ മുഖത്തെ പ്രസാദം കെട്ടുപോവുകയും ചെയ്തു. പിന്നീടുള്ള സംഭാഷണത്തിൽ നിന്നും അവൾ ഗംഗയിൽ നിന്നും പതിയെ വഴുതി മാറിപ്പോയി. അതിൻ്റെ കാരണം മാടമ്പള്ളിയിലെ മുഴുവൻ കഥകളും അറിയാത്ത വൈകിയോടായി ഗംഗ വിശദീകരിച്ചു. അതായത് സണ്ണി മേപ്പാടൻ നമ്പൂതിരിയും കൂട്ടി തറവാട്ടിൽ അല്ലിയും മഹാദേവനുമായിട്ടുള്ള വിവാഹത്തിന് ഒരാഴ്ച മുൻപ് തമ്പിയെയും അല്ലിയുടെ അച്ഛൻ ഉണ്ണിത്താനെയും കാണാനെത്തി. ശേഷം തമ്പിയോട് ഗംഗയ്ക്കുണ്ടായ മാനസിക പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മഹാദേവന്റെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും എന്നത് സൂചിപ്പിച്ചു. അല്ലിയും മഹാദേവനുമായിട്ടുള്ള വിവാഹം നടന്നാൽ സ്വന്തം സഹോദരിയുടെ പുത്രനെയും കുടുംബത്തെയും എന്നേക്കുമായി ഒഴിവാക്കി നിർത്തണമെന്ന ചിന്ത തമ്പിയെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കി. ആ വിഷമം അല്ലിയുടെ അമ്മ ഭാസുരാമ്മയ്ക്കും ഉണ്ടായിരുന്നത് മനസ്സിലാക്കിയായിരുന്നു അല്ലി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതും വീണ്ടും പഠനത്തിന് പോയതും. അതായിരിക്കാം സണ്ണിയുടെ പേര് കേട്ടയുടൻ അല്ലി മുഖം മാറ്റി പോയതെന്ന് ഗംഗ വിശദീകരിക്കുന്നു. ഞാൻ കാരണമാണ് അല്ലിയുടെ വിവാഹം മുടങ്ങിയതെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തോടെ എല്ലാം കേട്ടു എന്നാൽ കാര്യത്തിൻ്റെ തലയും വാലും മനസ്സിലാകാതെ നിൽക്കുന്ന വൈകിയോട് ഗംഗ അക്കാര്യത്തിൽ തൻ്റെ കാഴ്ചപ്പാട് വീണ്ടും വിശദീകരിക്കുന്നു. പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം ഓർമ്മിച്ചെടുത്താണ് ഗംഗ വൈകിയോട് തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്.
മഹാദേവന്റെ വീട്ടുകാർ ആദ്യം വിവാഹം ആലോചിച്ചത് വലക്കോട് തറവാട്ടിൽ നിന്നുമായിരുന്നു. എന്നാൽ അവിടുത്തെ ഒരംഗം മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാലാണ് മഹാദേവന്റെ വീട്ടുകാർ അവിടുത്തെ ആലോചനയിൽ നിന്നും പിന്മാറിയത്. അത് സണ്ണിയും പറഞ്ഞു കേട്ടിട്ടുള്ളതാകാൻ വഴിയുണ്ട്. അങ്ങനെയെങ്കിൽ സണ്ണിയും ശ്രീദേവിയുമായിട്ടുള്ള വിവാഹത്തിന് ആദ്യം തടസ്സമാകുന്നത് മഹാദേവന്റെ കുടുംബമാകും. അവർ എതിർക്കുമ്പോൾ ശ്രീദേവിയുടെ അച്ഛനെ ഇക്കാര്യം സമ്മതിപ്പിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് മനസ്സിലാക്കിയിട്ടാകും ഒരുപക്ഷെ സണ്ണി മേപ്പാടനെയും കൂട്ടുപിടിച്ച് അല്ലിയുടെ വിവാഹം മുടക്കിയതെന്ന് പറയുമ്പോൾ വൈകിക്കും അത് ശരിയാണെന്ന് തോന്നി. വൈകുന്നേരം ഗംഗ കരുതിയതുപോലെ സണ്ണിയുടെ ഫോൺ നകുലിനെത്തി. മറ്റെല്ലാവരും കേൾക്കെ വലിയൊരു അതിശയത്തോടെ സണ്ണി നാട്ടിൽ ഇവിടെയുണ്ടെന്നും അയാളെ താൻ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്നും അറിയിച്ചെങ്കിലും ചന്തുവിൻ്റെയും ശ്രീദേവിയുടെയും മുഖത്തു മാത്രമേ അല്പം സന്തോഷം നകുലന് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഗംഗയുടെ മുഖത്താണെങ്കിൽ ഒരു അവാർഡ് ചിത്രം 2 തവണ കാണുന്ന വികാരമായിരുന്നു. ഗംഗയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. നകുലിൻ്റെ നിർദ്ദേശത്തിനായി കാത്തിരുന്നതുപോലെ മാടമ്പള്ളിയിൽ നിന്നും കുറച്ച് അകലെയായി ഒരു ടാക്സി കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങി. സന്ധ്യാസമയത്തെ മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റി കാറിൻ്റെ മഞ്ഞ ലൈറ്റുകൾ മാടമ്പള്ളിയെ ലക്ഷ്യമാക്കി ഇരമ്പലോടെ നീങ്ങുമ്പോൾ കാറിൻ്റെ പിൻസീറ്റിൽ അസ്വസ്ഥതയോടെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. ഡോക്ടർ സണ്ണി ആയിരുന്നു ആ മനുഷ്യൻ. ഡോക്ടർ സണ്ണിയുടെ വരവോടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുമ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. അല്ലിയുടെ വിവാഹം മുടങ്ങിയതിൽ അല്ലിക്ക് സണ്ണിയോട് ചെറിയൊരു നീരസമുള്ളത് ഗംഗ മുതലെടുക്കുകയാണോ? എന്തുകൊണ്ടായിരിക്കാം ഗംഗ അറിയാതെ നകുലനും സണ്ണിയും ശ്രീദേവിയും ഗംഗ കരുതുന്നത് പോലെ ഒരു പദ്ധതി തയ്യാറാക്കിയത്? ഇത്രയും തിരക്കുള്ള സണ്ണിയും നകുലനും വീണ്ടും ഒരുമിച്ചെത്തുന്നതിൽ ഈ ഒരു കാരണം മാത്രമാണോ? കാത്തിരിക്കൂ ഭാഗം 4-നായി. MN സ്റ്റോറി ബോർഡ് സ്റ്റോറീസ് യൂട്യൂബിൽ.